ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ ശനിയാഴ്ചയുടെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ആദിമസഭയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ വലിയ ശനിയാഴ്ചയാണ് മാമോദീസ നൽകിയിരുന്നത്. വലിയ നീണ്ട കാലത്തെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഈശോയുടെ മരണശേഷം കടന്നു വരുന്ന ദിനം അവർ മാമോദീസായ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിന് ഒരു കാരണമുണ്ട്. അവൻ പാപത്തെ പരാജയപ്പെടുത്തി പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മോചനദ്രവ്യമായി തൻ്റെ അവസാനത്തുള്ള രക്തം വരെ നൽകി മനുഷ്യകുലത്തെ പാപത്തിൻ്റെയും തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആ മോചനത്തിന് ശേഷം കടന്നു വരുന്ന ദിനം അവര് ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട് അവരാഗ്രഹിക്കുകയും പല പ്രത്യേകമായിട്ട് പുത്തൻ തീയും പുത്തൻ വെള്ളവുമായിട്ട് അവര് ആചരിക്കുകയും ചെയ്തു. വചനം നമ്മോട് പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പുത്തൻ വെള്ളം ജലത്താല് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ജ്ഞാനസ്നാനത്താല് ഉത്ഭവപാപത്തിന്റെ കറകൾ കഴുകിക്കളഞ്ഞ് ഒരു വിശുദ്ധിയുടെ നിറവിനാല് ചേർക്കപ്പെടുന്ന ദിനം. പുത്തൻ തീ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് വചനത്തിലൂടെ ഈശോനാഥൻ നമ്മോട് അരുളി ചെയ്യുകയാണ്. ഇന്നേ ദിവസം ജ്ഞാനസ്നാന വ്രതങ്ങളെയൊക്കെ നാം നവീകരിക്കുകയും ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളെ ആ വിശുദ്ധിയുടെ നിറവിലേക്ക് നാം ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മളിൽ ഒട്ടനവധി പേര് ജ്ഞാനസ്നാനത്തിന് സാക്ഷികളായിട്ടുണ്ട്. കുറേയേറെ പേര് ജ്ഞാനസ്നാന മാതാപിതാക്കന്മാരും ആയിട്ടുണ്ട്. തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ ആയിട്ടുണ്ട്. ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ആകുമ്പോൾ നമ്മൾ സഭയുടെ മുൻപിൽ കൊടുക്കുന്ന, ജനത്തിൻ്റെ മുൻപിൽ കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ഈ കുഞ്ഞിൻ്റെ ആത്മീയ വളർച്ചയിൽ എന്നും താങ്ങും തണലുമായിട്ട് ഞാൻ നിന്നുകൊള്ളാം. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ആയ കുഞ്ഞുങ്ങളുടെ ജീവിതാവസ്ഥ ഇന്ന് എപ്രകാരത്തിൽ ആയിരിക്കുന്നു? അവരുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരല്പമെങ്കിലും സമയവും അധ്വാനവും വ്യയം ചെയ്യാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് ആഴമായിട്ട് ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. ദൈവികതയുടെ ശക്തിയാൽ നിറയപ്പെടാനായിട്ട് ഞാൻ സഭയുടെ മുൻപിൽ കൊടുത്ത വാഗ്ദാനം, ദൈവജനത്തിൻ്റെ മുൻപിൽ നൽകിയ സാക്ഷ്യം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാക്കി നൽകാനായിട്ട് എനിക്ക് സാധ്യമാകണം. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് തീക്ഷണമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് ഈശോനാഥ, എൻ്റെ അനുദിന ജീവിതത്തിൽ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെടുവാനായിട്ട് കൃപയും അനുഗ്രഹവും നൽകണമേ. ഇന്നത്തെ നിയോഗം, നമ്മളൊക്കെ മാമോദീസായ്ക്ക് സാക്ഷികളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആയവരുണ്ട്. അപ്രകാരത്തിലെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഓർത്ത്
ഒരല്പസമയം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.